ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ അമൃതം പൊടി വെച്ചിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. മെഷർമെൻറ്റ് കപ്പും ഓവനും ഒന്നും യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കാണ്. അമൃതം പൊടി ആയതുകൊണ്ട് പഞ്ചസാരയും അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് പഞ്ചസാരയും ഉപയോഗിച്ചാൽ മതി. കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അമൃതം പൊടി വെച്ചിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ പ്ലം കേക്കിൻ്റെ ഫ്ലേവർ കിട്ടാൻ നമുക്ക് വേണ്ടത് കാരമൽ സിറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ഞാനിവിടെ ഇതുപോലൊരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് പെട്ടെന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പഞ്ചസാര ഒന്ന് ഉരുകി ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ പഞ്ചസാര കരിഞ്ഞിട്ട് കയ്പ്പ് വരും. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം വേണം ഇത് കാരമലൈസ് ചെയ്യാൻ. ഇടയ്ക്ക് പാൻ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മതി കേട്ടോ. ഇനി കൂടുതലായി കഴിഞ്ഞാൽ കയ്പ്പ് വരും. അപ്പോൾ പഞ്ചസാര കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേറെ എങ്ങോട്ടും പോകാനൊന്നും പാടില്ല കേട്ടോ. ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം ഇത് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ കേക്കിന് എന്തായാലും കയ്പ്പ് വരും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് മാത്രമല്ല, വേറെ നമ്മൾ ഏത് പ്ലം കേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വിട്ട് നിന്നിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പം തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ നമ്മുടെ കേക്കിന് ഉണ്ടാവുക. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന പൊടിയാണിത്, ന്യൂട്രിമിക്സ്. അപ്പോൾ ഇത് കൊണ്ട് ഞാൻ മുന്നേ ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവരും കണ്ട് നോക്കാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അമൃതം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ പഞ്ചസാര കളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ് തന്നെയാണ്. ഇത് നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ജാതിക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ജാതിക്ക പൊടിച്ചതും വേണമെങ്കിൽ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ പ്ലം കേക്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കിലേക്ക് ഇവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് വെക്കണം. അപ്പോൾ ഞാൻ വെള്ള ഈ ഒരു ബൗളിലേക്കും മഞ്ഞ മറ്റൊരു ബൗളിലേക്കും ആക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആദ്യം മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രിംഗ് വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. എന്നാലും നമ്മൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ വരും. പിന്നെ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർ അതന്നെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ ഇതുപോലത്തെ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മുട്ടയുടെ വെള്ളമൊക്കെ നമുക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിലും ഇതുപോലെ തന്നെ വരും. വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇത്ര സമയം ഇലക്ട്രിക് ബീറ്റർ ആകുമ്പോൾ കുറച്ച് സമയം നമുക്ക് ലാഭിക്കാം. അത്രയേ ഉള്ളൂ മാറ്റം.
ഇപ്പോൾ ഇതാ മുട്ടയുടെ വെള്ള നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇത് പാത്രം കമിഴ്ത്തി പിടിച്ചാൽ പോലും താഴെ പോവില്ല കേട്ടോ, അത്രക്കും സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി, ഫോർക്കില്ലെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെയുള്ള ടേബിൾ സ്പൂണിന് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ചേർത്ത് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അത് 1/4 ഗ്ലാസ് ആണ് കേട്ടോ ഉള്ളത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ബാച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബാച്ച് ഇട്ട് കൊടുത്ത് അതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള അടുത്ത ബാച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ വെള്ള കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ള മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം അല്പം ഇട്ട് കൊടുത്തതിന് ശേഷം അത് മിക്സായിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം ഇട്ട് കൊടുത്തത് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇട്ട് കൊടുത്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയുടെ വെള്ള ഞാനൊരു 3 പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുത്ത് മിക്സാക്കി എടുത്തത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടിയിൽ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് റൈസിൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓറഞ്ച് നീരിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം അതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേക്കിന് കുറച്ചൊരു ഹൈറ്റ് കുറവായിരിക്കും. 5 ഇഞ്ചിൻ്റെ ടിന്നൊക്കെ ആണെങ്കിൽ നല്ല ഹൈറ്റിലുള്ള കേക്ക് കിട്ടും. കേക്ക് ടിന്ന് മൊത്തത്തിലൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് കേക്ക് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഇഡ്ഡലി പോട്ടിലാണ് കേട്ടോ. അലുമിനിയത്തിൻ്റെ ഇഡ്ഡലി പോട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പോ മണലോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25 മിനിറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ കേക്ക് നന്നായിട്ട് ഇവിടെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതാ സ്ക്യൂർ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കേക്ക് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും. കുറച്ചും കൂടി ഹൈറ്റുള്ള കേക്കൊക്കെ ആണെങ്കിൽ ഒരു 35-40 മിനിറ്റ് ഒക്കെ വരും കേട്ടോ ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സൈഡൊന്ന് ഇതുപോലെ വിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കേക്ക് എടുക്കാം. ഇനി അടിയിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ശരിക്കും ഇതുപോലെയുള്ള പ്ലം കേക്കുകൾ അതുപോലെ ടീ കേക്കുകളൊക്കെ പിറ്റേ ദിവസം ബേക്ക് ചെയ്ത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പ്ലം കേക്കിൻ്റെ ഒക്കെ അതേ ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ അമൃതം പൊടി വെച്ചിട്ടുള്ള പ്ലം കേക്കും. നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഓറഞ്ച് നീരിൽ സോക്ക് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലം കേക്കും കൂടിയാണിത്. അപ്പോൾ എല്ലാവരും അമൃതം പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. 1/4 ഗ്ലാസ് പഞ്ചസാര ഇതിലേക്കൊരു കറക്റ്റ് മധുരമാണ് കേട്ടോ. ഇനി കൂടുതലായിട്ട് മധുരം വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ ഒക്കെ ആവാം. പക്ഷേ ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. പിന്നെ അമൃതം പൊടിയിൽ അത്യാവശ്യം നന്നായിട്ട് അമൃതം പൊടി മധുരം ഉണ്ടായത് കാരണം കൂടുതൽ പഞ്ചസാര ആവശ്യമില്ല ഈ കേക്കിന്. അപ്പോൾ 1/4 ഗ്ലാസ് എന്നുള്ളത് നല്ല മധുരം വേണ്ടവർക്ക് ഒരു ടേബിൾ സ്പൂണും കൂടെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്